ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ PHP ബേസിക് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്ട്രിങ്സിനെ കുറിച്ച് നോക്കാം. സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വേരിയബിൾസ് എന്ന് പറഞ്ഞ സെഷനിൽ നമ്മൾ ഇതിനൊന്ന് കവർ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യണതാണ്. ഇങ്ങനൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമുക്കിത് ഡബിൾ കോട്ട്സിന്റെ അകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിന്റെ അകത്തോ നമുക്ക് കൊടുക്കാം. രണ്ടും വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. നമ്മൾ ഇതിനിവിടെ എക്കോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കാം. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്താൽ നമുക്ക് PHP സോസം എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ സ്ട്രിങ്സിനെ കുറിച്ച്. ബാക്കിയുള്ളത് വരുന്ന സെഷനിൽ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പറാണ്. നമ്പർ എന്ന് പറയുമ്പോൾ അതിന് കീഴിൽ വരുന്ന രണ്ട് വാല്യൂസ് ആണ്, ഇൻറ്റിജറും ഫ്ലോട്ടും. ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പർ വാല്യൂസ് ആണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു വാല്യൂലോട്ട്, ഒരു വേരിയബിളിലോട്ട് ഞാനൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം 20. ഇനി വേറൊരു വാല്യൂലോട്ട് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ആണ്, ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻറ്റിജർ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിലോട്ട് നമ്മളൊരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിൽ ഞാനൊരു ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു വാല്യൂ കൊടുക്കാൻ പോകുന്നു. ഇവിടെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേന് ഡെസിമൽ പോയിന്റ് ഇല്ല, രണ്ടാമത്തേന് ഡെസിമൽ പോയിന്റ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റാബേസിന്റെ അകത്ത് നമുക്ക് വേണ്ട വാല്യൂസ്, ഉദാഹരണത്തിന് ഒരു ഏജ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഏജ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളവിടെ ഒരിക്കലും ഡെസിമൽ പോയിന്റ് ഉപയോഗിക്കാറില്ല. സാധാരണ ഏജ് നമ്മൾ ഇൻറ്റിജർ വാല്യൂയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറ്. ഇനി അഥവാ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഡാറ്റാബേസിൽ വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ഡെസിമൽ പോയിന്റും കൂടി ഉപയോഗിക്കും. അത്തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇൻറ്റിജറും ഫ്ലോട്ടും മാറി മാറി ഉപയോഗിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിലൊക്കെ രണ്ടിലും വലിയ വ്യത്യാസമൊന്നും വരുത്താൻ പോകുന്നില്ല. ഇനി വരുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് ആണ് അത് റിട്ടേൺ ചെയ്യുന്നത്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് ബൂളിയനിൽ നമുക്ക് കിട്ടുന്നത്. അതിന് രണ്ടിനും ഓരോ വാല്യൂസും അതിൻ്റെ ഒപ്പം റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കണ്ടീഷൻ നമ്മൾ നോക്കണേണ്. അപ്പോൾ ഒരു കണ്ടീഷൻ അത് ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുമ്പോൾ അതിലൊരു വാല്യൂ നമുക്ക് റിസീവ് ചെയ്യും, അത് 1. ട്രൂ ആണെങ്കിൽ നമുക്ക് 1ഉം ഫോൾസ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റാബേസിൽ ഒരു ഇൻപുട്ട് ഫീൽഡിൽ നമുക്ക് ട്രൂ എന്നാണെങ്കിൽ അല്ലെങ്കിൽ 1 എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്തേക്കണമെങ്കിൽ, 1 ആണ് നമുക്ക് റിട്ടേൺ ചെയ്തേക്കുന്ന വാല്യൂ എങ്കിൽ ആ ഡാറ്റാബേസിന്റെ അകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ നമുക്ക് 0 ആണ് റിട്ടേൺ ചെയ്തേക്കണമെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ ട്രൂവും ഫോൾസും അല്ലെങ്കിൽ ബൂളിയൻ ഡാറ്റ ടൈപ്പിന്റെ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഡാറ്റ ടൈപ്പാണ്, അത് അറേ ആണ്. നമുക്ക് ഒന്നിലധികം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അറേ ഉപയോഗിക്കേണ്ടി വരും. ഒന്നിലധികം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് അതിനെ നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ അറേ ഉപയോഗിക്കുന്നത്. അറേ ഒരുപാട് നമ്മൾ ഉപയോഗിക്കും PHP-യിൽ. ഇപ്പോൾ ഒരു വേരിയബിൾ കളേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അറേ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ഒരു അറേ എന്ന് പറയുന്ന ഒരു കീവേഡ് നമുക്ക് ഉപയോഗിക്കണം. അത് കൊടുത്തിട്ട് നമുക്ക് ഒരു പാരന്തസിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഞാനൊരു 3 വാല്യൂസ് നമ്മൾ കൊടുക്കുന്നതാണ്. റെഡ് ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമ്മൾ എൻക്ലോസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്ത് ഇവിടെ. ഇനി നമ്മൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്കോ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സാധാരണ നമ്മൾ സ്ട്രിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു വേരിയബിളിന്റെ നെയിം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതേപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എറർ വരും. കാരണം സിൻടാക്സ് എററാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സിൻടാക്സ് എറർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിലധികം വാല്യൂസ് ഉണ്ട്. നമ്മൾ ഏത് വാല്യൂസിനാണ് നമ്മൾ ആക്സസ് ചെയ്തേക്കുന്നത് കൊടുത്തിട്ടില്ല. നമുക്കത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടത് നോക്കാം. പക്ഷെ അറേയിൽ പൊസിഷൻ അല്ല നോക്കണേ, ഇൻഡെക്സ് ആണ് നോക്കണേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് റെഡ് ആണെങ്കിലും അറേയിൽ ഇൻഡെക്സ് തുടങ്ങുന്നത് 0-ലാണ്. അപ്പൊ റെഡ് 0, ബ്ലൂ 1, യെല്ലോ 2 ആണ്. അപ്പൊ 0, 1, 2 എന്നാണ് നമ്മൾ അറേയിൽ എപ്പോഴും നമ്മൾ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യണത്. അപ്പൊ നമുക്ക് റെഡ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റെഡിന്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. അത് 0 ആണ്, 1 അല്ല. 1 അതിന്റെ പൊസിഷൻ ആണ്, പക്ഷെ 0 ആണ് അതിന്റെ ഇൻഡെക്സ്. അത് കൊടുത്ത് നമ്മൾ എക്കോ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കവിടെ എറർ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രൂ ഫോൾസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു എറർ വരും. അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക, നമ്മൾ കമന്റ് ചെയ്ത് കളയാം. നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് റെഡ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത്. ഇനി അഥവാ നമുക്ക് റെഡ് അല്ല വേണ്ടത്, യെല്ലോ ആണ് വേണ്ടെങ്കിൽ നമ്മൾ 2 കൊടുക്കും. കാരണം 0 1 2 അവസാനത്തെ ഇൻഡെക്സിന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ 2 കൊടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടും. അതേപോലെ തന്നെ ബ്ലൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി 1 കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലേ ഉള്ളൂ നമ്മുടെ മെയിൻ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ടൈപ്സിന്റെ ഒക്കെ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാവുന്നതാണ്.